എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ഹോവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഹോവാർഡ് ഗാർണർ അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹമാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് 1983 അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ. 1983 ഇറങ്ങിയ ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അഥവാ ബഹുമുഖ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായിട്ടുള്ള 7 ബുദ്ധിശക്തികളുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 7 ഇൻ്റലിജൻസ് ഉണ്ട് ഓരോ വ്യക്തികൾക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 എന്ന് പറയുന്നത് അത് വാല്യുവേഷൻ നടക്കുന്നത്, ആ ഇൻ്റലിജൻസിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് സ്കൂളുകളിൽ തന്നെയായിരിക്കും. അതായത് ആദ്യത്തെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, വാചിക ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, അതേപോലെ ദർശന സ്ഥല പരിമാണ ബുദ്ധി. ഈ 2 ഇൻ്റലിജൻസും സ്കൂളുകളിൽ തന്നെയായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, അതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത 3 എന്ന് പറയുന്നത് പ്രായേണ കലകളുമായി ബന്ധപ്പെട്ടവയാണ്. ഈസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ആർട്സ്, കലകളുമായി ബന്ധപ്പെട്ടവയാണ്. ആ 3 ഒന്ന് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ബോഡലി കൈനസ്തറ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇൻ്റലിജൻസ്. ഈ 3 കലകളുമായി ബന്ധപ്പെട്ടവയാണ്. ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ആർട്സ്, ആർട്സുമായി ബന്ധപ്പെട്ടവയാണ്. അവസാനത്തെ 2 എന്ന് പറയുന്നത് നമ്മുടെ വൈയക്തിക ബുദ്ധികളുമായി ബന്ധപ്പെട്ടവയാവുന്നു. എന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനത്തെ 2 എന്ന് പറയുന്നത് ഒന്ന് വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഈ 2 എന്താണെന്നാണ് പറയുന്നത്, പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്, വൈയക്തിക ബുദ്ധികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ. 1983 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 7 ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഇൻ്റലിജൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ആദ്യത്തെ 2 സ്കൂളുകളിൽ തന്നെ വിലയിരുത്തുന്നു, അടുത്ത 3 കലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവസാനത്തെ 2 എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്, വൈയക്തിക ബുദ്ധികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം 1999 മറ്റൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി, ബുദ്ധിശക്തി പരിശോധിക്കുന്നു. ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം 2 തരം ബുദ്ധികൾ കൂടെ ഉണ്ടെന്ന് കണ്ടെത്തി. അതായത് ആദ്യം പറഞ്ഞു മനുഷ്യന് 7 തരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണുള്ളത്, സ്വതന്ത്രമായ 7 ബുദ്ധികളാണുള്ളത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് 1999 അദ്ദേഹം മറ്റൊരു ഗ്രന്ഥം ഇറക്കി, ഏതായിരുന്നു, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, ബുദ്ധിശക്തി പരിശോധിക്കുന്നു. ഇതിൽ 2 തരം ബുദ്ധികൾ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഏതൊക്കെയാ, നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്, പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. അങ്ങനെ 2 തരം ബുദ്ധികൾ കൂടെ ഉണ്ട്. അതായത് ഓരോ മനുഷ്യനും 9 തരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്, സ്വതന്ത്രമായ 9 ഇൻ്റലിജൻസ് ബുദ്ധികളുണ്ട് എന്ന് ഹോവാർഡ് ഗാർണർ കണ്ടെത്തി. അപ്പോൾ അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാർഡനർ ബുദ്ധിയെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്: the capacity to solve problems or to fashion products that are valued in one or more cultural settings.
ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഉള്ള ശേഷിയാണ് ബുദ്ധി. അപ്പോൾ ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷിയാണ്. അപ്പം ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടറ്റിൻ്റെ എക്സാമിനും UP അസിസ്റ്റൻറ്റിനും LP അസിസ്റ്റൻറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ പറയാം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? UP അസിസ്റ്റൻ്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ. ഹോവാർഡ് ഗാർണർ അല്ലേ? അപ്പോൾ ഈ ഏരിയ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഹോവാർഡ് ഗാർണർ കണ്ടെത്തിയ ബുദ്ധിയുടെ മുഖങ്ങൾ, അതായത് 9 ബുദ്ധികളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 9 ഇൻ്റലിജൻസ് ഉണ്ട് ഓരോ വ്യക്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ? അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദർശന സ്ഥല പരിമാണ ബുദ്ധി, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ദർശന സ്ഥല പരിമാണ ബുദ്ധി, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. രണ്ടാമത്തേത് വാചിക ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, വാചിക ഭാഷാപരമായ ബുദ്ധി. മൂന്നാമത്തേതാണ് യുക്തിചിന്തന ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അടുത്തതാണ് കായിക ചാലക ബുദ്ധി, ബോഡിലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അഞ്ചാമത്തേത് സംഗീതാത്മക താളാത്മകപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഓർ റിതമിക് ഇൻ്റലിജൻസ്. ആറാമത്തേത് വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ആന്തരിക വൈയക്തിക ബുദ്ധി, അതാണ് ഏഴാമത്തെ. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അടുത്ത രണ്ടെണ്ണമാണ് അദ്ദേഹത്തിൻ്റെ 1999 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി, ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്ന പുസ്തകത്തിലൂടെ വന്ന രണ്ടെണ്ണം. അത് പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. അടുത്തതാണ് അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് പഠിക്കണം. കാരണം എക്സാമുകൾക്ക് ഇവ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് ഏത് ബുദ്ധിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കേട്ടറ്റ് എക്സാമുകൾക്ക് പതിവായി ചോദിക്കാറുണ്ട്. അതേപോലെ UPSC എക്സാമിനും HSC എക്സാമിനും ഒക്കെ ഈ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവ ഓരോന്നും എന്താണ് എന്ന് പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് ദർശന സ്ഥല പരിമാണ ബുദ്ധി, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ വിഷ്വൽ ഇമേജിന് തന്നെയാണ്, മാനസിക ബിംബങ്ങൾക്കാണ് പ്രാധാന്യം. കാരണം ഇവർ ഓരോ വസ്തുക്കളുടെയും അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ചുള്ള അറിവ് നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടി ദേ ക്രിയേറ്റ് മെൻ്റൽ ഇമേജസ്. അവർ മാനസിക ബിംബങ്ങൾ അവരുടെ ഭാവനയിൽ എന്ത് ചെയ്യുന്നു? സൃഷ്ടിച്ചെടുക്കുന്നു. അപ്പോൾ ദേ ഹാവ് ദ എബിലിറ്റി ടു സീ ആൻഡ് ഇൻ്റർപ്രറ്റ്, അല്ലെങ്കിൽ ദേ ഹാവ് ദ എബിലിറ്റി ടു പെർസ്യൂ ദ വിഷ്വൽ. ആ ചിത്രം, ആ പിക്ചർ അവരതിനെ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോൾ അവരതിനെ എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പം ഒരു റുബിക്സ് ക്യൂബിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർ ആ റുബിക്സ് ക്യൂബ് എന്താണെന്ന് തിയററ്റിക്കലി പഠിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ അറിയല്ല ചെയ്യുന്നത്. അവർ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഒരു മെൻ്റൽ ഇമേജ്, ഒരു വിഷ്വൽ ഇമേജ് അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും എന്തൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? അവർക്ക് എന്ത് ഒബ്സർവ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക? ചാർട്ടുകൾ, ഗ്രാഫുകൾ, പിക്ചേഴ്സ്, വീഡിയോസ്, മൂവീസ്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഉള്ള പഠനമായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുന്നത്. ദേ എൻജോയ് ഒബ്സർവിങ് ദീസ് തിങ്സ് ലൈക്ക് മാപ്സ്, ചാർട്ട്സ്, പിക്ചേഴ്സ്, വീഡിയോസ്, മൂവീസ്, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ഈ വിഷ്വൽ ആർട്സ് ആയിരിക്കും കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നതും അതേപോലെ അത് ആസ്വദിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. ദർശന കലകളുടെ സൃഷ്ടി അതേപോലെ അവ ആസ്വദിക്കാനുള്ള കഴിവും അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ എന്തിനൊക്കെയുള്ള കഴിവ് കൂടുതലുണ്ടാവും? ചിത്രകല, പെയിൻറ്റിങ്,
പസിൽ ബിൽഡിങ്, അതേപോലെ പിന്നെ ചാർട്ടും ഗ്രാഫൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിത്യജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ നിർമ്മിതി അതും അവരെങ്ങനെയായിരിക്കും ഒക്കെ വിഷ്വൽ ഇമേജായിട്ടായിരിക്കും അവർ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവർ കാര്യങ്ങൾ ചിന്തിക്കുന്നതും അതേപോലെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും ഒക്കെ എന്തിൻ്റെ ബേസിലായിരിക്കും? വിഷ്വൽ ഇമേജിൻ്റെ ബേസിലായിരിക്കും. അതായത് ആ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഏത് മേഖലയിലായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക? ദൃശ്യകലാകാരന്മാർ ഡെവലപ്പ് ചെയ്ത് വരും. ഈ ബുദ്ധിശക്തിയുള്ള ആളുകൾ കൂടുതലായിട്ടും പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന് ദൃശ്യകലാകാരന്മാർ, അല്ലേ? അവർ ദൃശ്യകലകളുടെ സൃഷ്ടി അതേപോലെ അതിനെ ആസ്വദിക്കാനുള്ള കഴിവൊക്കെ ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ ദൃശ്യകലാകാരന്മാരുണ്ടാവും, അതേപോലെ ആർക്കിടെക്റ്റേഴ്സ് ഉണ്ടാവും, നാവികരുണ്ടാവും, ശില്പി ഉണ്ടാവും, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ടാവാം, മെക്കാനിക്സ് ഉണ്ടാവാം. അപ്പം ഈ മേഖലയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ദർശന സ്ഥല പരിമാണ ബുദ്ധിയുള്ള ആളുകൾ കൂടുതലായിട്ട് എത്തിച്ചേരുന്നത്. രണ്ടാമത്തേതാണ് വാചിക ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇവർക്ക് ഭാഷ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധി ഉണ്ടാവും. എന്തിനുള്ളതായിരിക്കും? ഭാഷ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ളത്. ദേ ഹാവ് ദ എബിലിറ്റി ടു യൂസ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ദേ ഹാവ് ദ എബിലിറ്റി ടു പ്ലേ വിത്ത് വേർഡ്സ്. പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും അതേപോലെ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും അല്ലെങ്കിൽ ആ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനൊക്കെ ഭാഷ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും ഏതുള്ളവർ? വാചിക ഭാഷാപരമായ ബുദ്ധിയുള്ളവർ. അപ്പോൾ ഇവർക്ക് ഈ മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാനും ഉയർന്ന ശ്രവണശേഷി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പദങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. അതേപോലെ വായിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അതേപോലെ ലേഖന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവും. ഇവർക്ക് ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും. അതേപോലെ അനായാസമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? പദങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവും ഉണ്ടാവും. ഒരു കാര്യം എങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ആ ഒരു ശേഷി ഇവർക്ക് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ പത്രപ്രവർത്തകർ, അവർക്ക് ആ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നില്ല, അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ പത്രപ്രവർത്തകർ എന്താ ചെയ്യുന്നത്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ സ്വന്തം വീക്ഷണങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഏത് മേഖലയിലേക്കായിരിക്കും എത്തിച്ചേരുക? അധ്യാപകർ. അധ്യാപകർ എന്താ ചെയ്യുന്നത്? അവർക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. കവികൾ ഉണ്ടാവാം. കവികൾ എന്താ ചെയ്യുന്നത്? ആ കവിയുടെ ആശയം കവിതയിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു, അല്ലേ? അതായത് വായനയും ലേഖനവും അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഇവരെന്തായിരിക്കും? മുന്നോട്ട് നിൽക്കും. അത് ആസ്വദിക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. അതേപോലെ അത് സൃഷ്ടിക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. പദങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം ഈ മേഖലയിലെ ആളുകൾ ഏതൊക്കെ ഇതിലാണ് വരിക? അധ്യാപകർ, കവി, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ ഈ മേഖലയിലേക്കൊക്കെ ആയിരിക്കും ഈ വാചിക ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾ, വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ടാവുക. ഗാർഡനറുടെ മൂന്നാമത്തെ ഇൻ്റലിജൻസ് ആണ് യുക്തിചിന്തന ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഈ ബുദ്ധി കൂടുതലുള്ള ആളുകൾ യുക്തിപരവും സംഖ്യാധിഷ്ഠിതവുമായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെ സമീപിക്കുക. എന്ന് വെച്ചാൽ വസ്തുതകളും സംഭവങ്ങളും അവയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് ഇവർ യുക്തിപരമായിട്ടുള്ള ചിന്തയായിരിക്കും, ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അതേപോലെ സംഖ്യാധിഷ്ഠിതമായ രീതിയിൽ മാത്തമാറ്റിക്കലി അവരെന്ത് ചെയ്യുന്നു? അതിനെ അപ്രോച്ച് ചെയ്യുന്നു. ദേ ഹാവ് ദ എബിലിറ്റി ടു യൂസ് ദ റീസൺ, ലോജിക് ആൻഡ് നമ്പേഴ്സ്. ദേ ഹാവ് ദ എബിലിറ്റി ടു പ്ലേ വിത്ത് നമ്പേഴ്സ്. അതായത് അതിൻ്റെ പരസ്പരം ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഇവരവിടെ ചെയ്യുന്നത് എന്താ? ലോജിക്കൽ തിങ്കിങ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തും കൂടുതലായിരിക്കും?
പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുതലായിരിക്കും. ലോജിക്കൽ തിങ്കിങ് ആണ് അവരവിടെ നടത്തുന്നത്. അതേപോലെ ഇവർ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവും. അതേപോലെ ഇൻഫർമേഷൻസിനെ ക്ലാസിഫൈ ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും ഇവർക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്സിനെ അവർ നമ്പേഴ്സിലേക്ക് ലോജിക്കലി അവരെന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നു. അതേപോലെ ക്ഷേത്രഗണിത രൂപങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ജിയോമെട്രിക്കൽ ഷേപ്സ് അവരതുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് അവർ ചെയ്യുന്നു. അപ്പം എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പം ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ സംഖ്യാരൂപ മാതൃകകൾ ഉണ്ടാക്കാം. സംഖ്യാരൂപ മേഖലകൾ വ്യാഖ്യാനിക്കാനും ആസ്വദിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. അപ്പം ഇതിലുള്ള ആളുകൾ ഈ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ ഏത് മേഖലയിലേക്കായിരിക്കും എത്തിച്ചേരുന്നുണ്ടാവുക? ശാസ്ത്രജ്ഞരാവാം, ഗവേഷകരാവാം, അക്കൗണ്ടൻറ്റ്, ഗണിതശാസ്ത്രജ്ഞന്മാർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, അങ്ങനെയുള്ള മേഖലകളിലേക്കായിരിക്കും ഈ യുക്തിചിന്തന ഗണിതപരമായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ടാവുക. നാലാമത്തേതാണ് കായിക ചാലകപരമായ ബുദ്ധി അഥവാ ബോഡ്ലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അപ്പം ബോഡ്ലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ കായിക ചാലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരചലനങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ പദാർത്ഥങ്ങളെ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഇവർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ദെയർ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഹാൻഡിൽ ഒബ്ജക്ട്സ് സ്കിൽഫുള്ളി. അവർക്ക് നല്ല രീതിയിൽ ഒബ്ജക്ട്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സ്വന്തം ശാരീരിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യാനും അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ ദേ ഹാവ് എ ഗുഡ് സെൻസ് ഓഫ് ബോഡി ബാലൻസ്. അവർക്ക് ബോഡീനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നു. അതേപോലെ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ നല്ല രീതിയിലുണ്ടാവും. അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ മികച്ചതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഏത് മേഖലയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ബോഡി ബാലൻസ് ചെയ്യാനും അതേപോലെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അവർ അതിനെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. അതേപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഏത് മേഖലയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക? നൃത്തം, സ്പോർട്സ്, അഭിനയം, ആ മേഖലയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ശരീരഭാഷയുടെ പ്രയോഗം അതേപോലെ തന്നെ ശരീര ചലനങ്ങളിലൂടെയുള്ള വികാര പ്രകടനം അതൊക്കെ നടത്താനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എത്തിച്ചേരുന്ന മേഖല എവിടെയായിരിക്കും? നൃത്തം, അഭിനയം, ആ മേഖലയിലേക്കായിരിക്കും ഇവർ കൂടുതലായും എത്തിച്ചേരുന്നുണ്ടാവുക. ദേ ഹാവ് ദ എബിലിറ്റി ടു പ്ലേ വിത്ത് ഓൺ ബോഡി ആൻഡ് ഹാൻഡ്. അവർക്ക് അവരുടെ ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും. ശരീരഭാഷയുടെ പ്രയോഗം, ശരീര ചലനങ്ങളിലൂടെയുള്ള വികാര പ്രകടനം അതൊക്കെ നടത്താനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. കായിക സമായോജനം, കായിക പ്രകടനം എന്നിവയ്ക്കുള്ള കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നാലാമത്തെ സ്റ്റേജായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ ഇൻ്റലിജൻസ് ആയിട്ട് ഹോവാർഡ് ഗാർണർ പറയുന്നത്. കായിക ചാലകപരമായ ബുദ്ധി, ബോഡലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അവർ എന്തൊക്കെയായിരിക്കും എൻജോയ് ചെയ്യുക? സ്പോർട്സ്, ഗെയിംസ്, ഡാൻസിങ്, കുക്കിംഗ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവുക. ഫിസിക്കൽ തിങ്സിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. അതായത് ഫിസിക്കലി ദേ ഹാവ് എ ഗുഡ് കൺട്രോൾ. അവർക്ക് ആ ചാലകപരമായിട്ടുള്ള ശേഷിയും അതേപോലെ കായികപരമായിട്ടുള്ള ശേഷിയും അവർക്ക് വളരെ കൂടുതലായിരിക്കും. ഗാർഡനർ ഫ്രെയിംസ് ഓഫ് മൈൻഡിൽ പറഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സംഗീതാത്മക താളാത്മകപരമായിട്ടുള്ള ബുദ്ധി, മ്യൂസിക്കൽ ഓർ റിതമിക് ഇൻ്റലിജൻസ്. ആ പേര് പറയും പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഗീതാത്മകമായിട്ട് ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധി. അതാണ് മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അപ്രിഷ്യേറ്റ് മ്യൂസിക്. അവർ കാര്യങ്ങൾ ചെയ്യുന്നതും അതേപോലെ അത് അവതരിപ്പിക്കുന്നതും ഒക്കെ എന്തായിരിക്കും? സംഗീതാത്മകമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക. അതേപോലെ സംഗീതോപകരണങ്ങൾ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവും അവർക്ക് കൂടുതലായിരിക്കും. ശബ്ദരൂപ മാതൃകകൾ തിരിച്ചറിയാൻ സാധിക്കും. ടെമ്പോ, പിച്ച്, അങ്ങനെ സംഗീതവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസും ഒക്കെ അവർക്ക്
ഫെമിലിയർ ആയിരിക്കും, അവർക്കത് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ലേണേഴ്സ് എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നതും ഇൻ ടേംസ് ഓഫ് സൗണ്ട്, റിതംസ് ആൻഡ് പാറ്റേൺസ്, ആ രീതിയിലായിരിക്കും അങ്ങനെയുള്ള ലേണേഴ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ സംഗീതത്തിൻ്റെ ഘടനയും താളവും ഒക്കെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മെയിനായിട്ടും ഏത് രീതിയിലായിരിക്കും, ഏത് രംഗത്തായിരിക്കും എത്തിച്ചേരുക? സംഗീതജ്ഞൻ, ഗായകൻ, ഗാനരചയിതാവ്, വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രംഗത്തിലേക്കൊക്കെ ആയിരിക്കും ഈ ബുദ്ധി ഏറ്റവും കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ടാവുക. ഇതാണ് ഹോവാർഡ് ഗാർണർ പറഞ്ഞിട്ടുള്ള 5ാമത്തെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സംഗീതാത്മക താളാത്മകപരമായിട്ടുള്ള ബുദ്ധി, മ്യൂസിക്കൽ ഓർ റിതമിക് ഇൻ്റലിജൻസ്. ഹോവാർഡ് ഗാർണർ ആദ്യം പറഞ്ഞ സ്വതന്ത്രമായിട്ടുള്ള 7 ബുദ്ധിശക്തിയിൽ അവസാനത്തെ 2 അദ്ദേഹം പറഞ്ഞത് വൈയക്തിക ബുദ്ധികളാണെന്നാണ് പറഞ്ഞത്. അതായത് പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ് അവസാനത്തെ 2 അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ 2 ഒന്ന് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഒന്ന് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും. അപ്പോൾ അതിലത്തെ ആദ്യത്തേതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 6ാമത്തെ ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് മീൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, അല്ലേ? മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾ, അവരുടെ സ്ഥിതിഗതികൾ, അവരുടെ അവസ്ഥകൾ, അതേപോലെ അവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുമുള്ള ബുദ്ധി, അതാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റുള്ളവരുമായിട്ട് അവരുടെ വികാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക, അല്ലേ? അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ സഹകരണാത്മക സഹവർത്തിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും കൂടുതലായിരിക്കും. അപ്പോൾ അവരെ നല്ല ശ്രദ്ധയോടുകൂടി, ക്ഷമാപൂർവമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവർ ചോദിച്ചറിയും. മറ്റുള്ളവരുടെ അവസ്ഥ എന്താ എന്നുള്ളത് ഇവർക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അവരുമായിട്ട് സുദീർഘമായിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ശക്തവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും ആർക്ക് കഴിയുന്നു? ഈ ആളുകൾക്ക് കഴിയുന്നു, ഈ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് സാധിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം മാത്രമേ നമുക്ക് അവരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? നമ്മൾ വാചിക ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്വന്തം വീക്ഷണങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് എന്നാണ് അവിടെ പറഞ്ഞത്, അല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ക്ഷമാപൂർവമായിട്ടുള്ള ശ്രദ്ധയിലൂടെ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ കാണുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണ ഭാഷയിലൂടെയും അല്ലാതെയും ആശയവിനിമയത്തിൽ ഏർപ്പെടാനൊക്കെ ആർക്ക് സാധിക്കുന്നു? ഈ വ്യക്ത്യാന്തര ബുദ്ധിയുള്ളവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഏതൊക്കെ മേഖലകളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക? മാർഗദർശകരായിരിക്കും. നല്ല ഉപദേശങ്ങൾ നൽകി അവരുടെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളൊക്കെ ആവാം. അതേപോലെ വിൽപ്പനക്കാരുണ്ടാവാം. മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനും ഒക്കെയുള്ള കഴിവുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ വിൽപ്പനക്കാരാവാം. അതേപോലെ സാമൂഹ്യ പ്രവർത്തകരുണ്ടാവാം, സാമൂഹിക സേവന സംഘടനാ പ്രവർത്തകർ. അപ്പോൾ എന്നീ മേഖലകളിലേക്കൊക്കെ ആയിരിക്കും ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ടാവുക. അപ്പോൾ ഹോവാർഡ് ഗാർണർ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രമായ 7 ബുദ്ധിശക്തിയിലെ അവസാനത്തേതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, 7 സ്വതന്ത്ര ബുദ്ധിശക്തിയിലെ അവസാനത്തെ 2 എന്ന് പറയുന്നത് വൈയക്തിക ബുദ്ധികളാണ്. അതായത് പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ആ പേഴ്സണൽ ഇൻ്റലിജൻസിലെ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, അതാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, വ്യക്ത്യാന്തര ബുദ്ധി. രണ്ടാമത്തേതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് മീൻസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, ഈസ് ദ എബിലിറ്റി ടു സെൽഫ് റിഫ്ലക്റ്റ് ആൻഡ് ബി അവെയർ ഓഫ് വൺസ് ഇന്നർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്.
എന്ന് വെച്ചാൽ എന്താ, സ്വന്തം ശക്തി അല്ലെങ്കിൽ സ്വന്തം ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ വൈകാരിക ഭാവങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ആത്മവിശ്വാസവും ബലഹീനതകളും തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് അവനവൻ്റെ സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. അവനവൻ്റെ ഇന്നർ ഫീലിങ്സ് എന്താണ്, നമ്മുടെ ഡ്രീംസ് എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി അതിൽ തങ്ങളുടെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് സാധിക്കുന്നു. അപ്പോൾ സ്വന്തമായി വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും അതേപോലെ ആത്മവിശ്വാസവും ബലഹീനതകളും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിലൂടെ അവർ തന്നെ എന്തു ചെയ്യുന്നു, ഒരു ഹെൽത്തി സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലും ഏതൊക്കെ മേഖലകളിലേക്കായിരിക്കും എത്തിച്ചേരുന്നുണ്ടാവുക? ഗവേഷകരുണ്ടാവാം, ദാർശനികരുണ്ടാവാം, മതപ്രവർത്തകരുണ്ടാവും. അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ ആയിരിക്കും ഇവർ എത്തിച്ചേരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഹോവാർഡ് ഗാർണർ ആദ്യം പറഞ്ഞ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ പുസ്തകത്തിലെ 1983 പുറത്തിറക്കിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 7 ഇൻഡിപെൻഡൻറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, സ്വതന്ത്രമായ 7 ബുദ്ധിശക്തികൾ എന്ന് പറയുന്നത്. ഇനി ഇവ കൂടാതെ മറ്റ് 2 കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോവാർഡ് ഗാർണർ 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഒരു വ്യക്തിക്ക് 7 സ്വതന്ത്രമായ ബുദ്ധിശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 7 ബുദ്ധിശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം പഠനങ്ങൾ നടത്തി 1999 മറ്റൊരു പ്രബന്ധം കൂടെ രചിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് 7 ബുദ്ധികളല്ല, അല്ലാതെ 2 തരം ബുദ്ധികൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ 1999 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി. ബുദ്ധിശക്തി പരിശോധിക്കുന്നു, അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് 7 തരം ബുദ്ധികളല്ല, 9 തരം ബുദ്ധികളുണ്ട്. ആ 2 തരം ബുദ്ധികൾ അദ്ദേഹം പിന്നീട് കണ്ടുപിടിച്ചത്, അതിൽ ഒന്ന് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്, അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൽ ആദ്യത്തേത് പറഞ്ഞത് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്, പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് വെച്ചാൽ is the ability to recognize and categorize plants, animals and other objects in nature. നമ്മുടെ പ്രകൃതിയിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, പ്രകൃതിയിലെ സസ്യജന്തുജാലങ്ങളിലും അതേപോലെ ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിലും, അതേപോലെ പ്രകൃതിയിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടറിയാൻ, അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കാൻ, എല്ലാത്തിലും ഇടപെടാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധി അവർക്ക് കൂടുതലായിരിക്കും. പ്രകൃതിയെ നിരീക്ഷിക്കുക, അതേപോലെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുക, പ്രകൃതിയിലെ പക്ഷികളെയും മൃഗാദികളെയും ഒക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അവയോട് സംസാരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഗാർഡനിങ് നടത്തുക, പ്രകൃതിയിലേക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയെ നിരീക്ഷിക്കുന്ന അതിനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിയായിരിക്കും അവർക്ക് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഏതൊക്കെ രംഗത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നുണ്ടാവുക? കർഷകരുണ്ടാവാം, ഭൗമശാസ്ത്രജ്ഞരുണ്ടാവാം, ഉദ്യാനപാലകരാവാം. അങ്ങനെ ആ മേഖലയിലേക്കൊക്കെ ആയിരിക്കും ഈ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിശക്തിയുള്ള ആളുകൾ അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ടാവുക. അപ്പോൾ നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. ഹോവാർഡ് ഗാർണർ പറഞ്ഞിട്ടുള്ള ആ സ്വതന്ത്രമായ 9 ബുദ്ധിശക്തിയിലെ ഏറ്റവും അവസാനത്തേതാണ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് മീൻസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സിസ്റ്റൻസ്, നമ്മളുടെ അസ്തിത്വത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നമ്മൾ എങ്ങനെ വന്നു? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതേപോലെ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയുള്ള കഴിവാണ്.
ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി സ്വന്തം അസ്തിത്വത്തെ കാണാനും അത് തിരിച്ചറിയാനുമുള്ള കഴിവ്. അതേപോലെ ഭൗതികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആത്യന്തികത, ആവശ്യകത അതൊക്കെ ബോധ്യപ്പെടാനും തിരിച്ചറിയാനുമുള്ള കഴിവ്. അതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ മേഖലയിലെ പഠനങ്ങൾ ഇപ്പോഴും എന്തല്ല, കംപ്ലീറ്റ് അല്ല. പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 9 എണ്ണമാണ് ഗാർഡനർ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രമായ 9 ബുദ്ധിശക്തികൾ എന്ന് പറയുന്നത്. ഗാർഡനർ പറഞ്ഞിട്ടുള്ള 9 സ്വതന്ത്രമായ ബുദ്ധിശക്തികൾ ഏതൊക്കെയാണ്, ആ ഇൻ്റലിജൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ആദ്യത്തേത് ദർശന സ്ഥല പരിമാണ ബുദ്ധി, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഇവിടെ എന്തായിരുന്നു, വസ്തുക്കൾക്ക് സ്ഥാനനിർണയം നടത്തുന്നതിനും അറിവ് നിലനിർത്താനും വേണ്ടി വ്യക്തമായിട്ടുള്ള മാനസിക ബിംബങ്ങൾ, മെൻ്റൽ ഇമേജസ് ഭാവനയിൽ സൃഷ്ടിക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുമുള്ള ബുദ്ധി. രണ്ടാമത്തേതാണ് വാചിക ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, മീൻസ് ദ എബിലിറ്റി ടു പ്ലേ വിത്ത് വേർഡ്സ്. ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധി, അതാണ് ഭാഷാപരമായ ബുദ്ധി എന്നുള്ളതിൽ പറഞ്ഞത് അല്ലേ. പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും ആശയങ്ങൾ വിനിമയം നടത്തുന്നതിനും ഒക്കെ ഭാഷ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധി. അടുത്തത് പറഞ്ഞത് യുക്തിചിന്തന ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, എബിലിറ്റി ടു പ്ലേ വിത്ത് നമ്പേഴ്സ്. വസ്തുതകൾ, സംഭവങ്ങൾ അതിലൊക്കെ നിലനിൽക്കുന്ന ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനും യുക്തിപരവും സംഖ്യാധിഷ്ഠിതവുമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കുന്നതിനുള്ള ബുദ്ധി. അടുത്തത് പറഞ്ഞതായിരുന്നു ബോഡ്ലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, കായിക ചാലകപരമായിട്ടുള്ള ബുദ്ധി. അവിടെ എന്താ, ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ശേഷി. അടുത്തത് സംഗീതാത്മക താളാത്മകപരമായിട്ടുള്ള ബുദ്ധി, മ്യൂസിക്കൽ ഓർ റിതമിക് ഇൻ്റലിജൻസ്. ഇവിടെ എന്താ, വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായിട്ടുള്ള താളത്തിലും ഭാവത്തിലും ഒക്കെ സംഗീതാത്മകമായിട്ട് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധി. ആറാമത്തേതായിരുന്നു വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഗാർഡനർ പറഞ്ഞ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ 2 എണ്ണമാണ്. ഒന്ന് വ്യക്തിയാന്തര ബുദ്ധിയും ഒന്ന് ആന്തരിക വൈയക്തിക ബുദ്ധിയും. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും. അപ്പോൾ വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ, അവരുടെ മനോസ്ഥിതികൾ, പ്രചോദന ഘടകങ്ങൾ, താല്പര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുമുള്ള ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി എന്തായിരുന്നു, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്തായിരുന്നു, ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, നമുക്ക് തന്നെ സ്വന്തം ശക്തി എന്താണ്, അവരുടെ ദൗർലഭ്യങ്ങൾ എന്താണ്, വൈകാരിക ഭാവങ്ങൾ എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് സ്വന്തമായി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ്. എട്ടാമത്തേതായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ 1999 പുറത്തിറങ്ങിയ അതിലേതായിരുന്നു പുസ്തകം, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞ 2 ബുദ്ധിശക്തികളായിരുന്നു ഏതൊക്കെ, പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി, ഈ 2 എണ്ണം. അപ്പോൾ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്നുള്ളതിൽ എന്തായിരുന്നു, പ്രകൃതിയിലെ സസ്യജന്തുജാലങ്ങളിലും അജീവീയ പ്രകൃതി ഘടകങ്ങളിലും അതേപോലെ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളിലും ഒക്കെയുള്ള താല്പര്യം, ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ വിവേകപൂർവ്വം ഇടപെടാനുള്ള കഴിവ്, അതൊക്കെയാണ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീൻസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. അവസാനം പറഞ്ഞതായിരുന്നു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വന്തം അസ്തിത്വത്തെ കാണാനും തിരിച്ചറിയുവാനുമുള്ള കഴിവ്. അപ്പോൾ ഇതൊക്കെയാണ് ഗാർഡനർ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്